ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമ്യ റിട്രീറ്റ് ടീൻസിനു വേണ്ടിയിട്ടുള്ള ധ്യാനം അവസാനിച്ച ദിവസം അത് മെയ് 22 ആയിരുന്നു. മെയ് 22 വൈകിട്ട് തന്നെ ദമ്പതി ധ്യാനം, ഏൽഖാന ഹന്ന ധ്യാനം ആരംഭിച്ചു. മിശിഹാ കർത്താവേ, സത്യമടാളാനി മോതിരമിതിനെ നിൻ കൃപയാൽ വാഴ്ത്തണമേ. മോതിരമിതിനാലെ താമാർ മോചിതയായി യൗസേപ്പ് മിസ്രയീമിൻ ഭരണാധിപതിയുമായി. 36ഓളം ദമ്പതികൾ രജിസ്റ്റർ ചെയ്തതാണ്. നമുക്ക് നിർബന്ധമായിരുന്നു ആ നമ്പർ കീപ്പ് ചെയ്താൽ മതിയെന്ന്. 36 ദമ്പതി എന്ന് പറഞ്ഞാൽ 72 പേര്. അപ്പോൾ എല്ലാവരിലേക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റും. വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ആരവമില്ലാതെ ധ്യാനപൂർവം അവരെ തന്നെ അവർ കണ്ടെത്താൻ പറ്റും. 36 പേര് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആ സമയത്ത് പല സാഹചര്യങ്ങൾ മൂലം 25 ദമ്പതികളാണ് ഇവിടെ എത്തിയത്. അതിൽ തന്നെ ഒരാൾക്ക് അന്ന് രാത്രി തന്നെ ഒരു മരണവാർത്ത വന്നു, തിരിച്ചു പോകേണ്ടി വന്നു. ഒരു ദമ്പതികൾക്ക് 24 ദമ്പതികളാണ് മുഴുവൻ ധ്യാനവും കൂടിയത്. ചെറിയ ഗ്രൂപ്പ്, അതുകൊണ്ട് തന്നെ നമ്മൾ പറയത്തില്ല, വളരെ ക്യൂട്ട് ലിറ്റിൽ ഗ്രൂപ്പ്. എന്തൊരു സന്തോഷത്തോടെയാണെന്നറിയാമോ ആ ധ്യാനം മുന്നോട്ട് പോയത്. അത് ചിലരൊക്കെ എന്നോട് ചോദിച്ചു, അച്ചോ ദമ്പതി ധ്യാനം ഞങ്ങൾക്ക് ലൈവ്, ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നവരല്ലേ അച്ചോ, ലൈവ് തരാമോ, റെക്കോർഡ് ചെയ്ത് തരാമോ? അവരോടൊക്കെയുള്ള എൻ്റെ മറുപടി, നിങ്ങൾ ഈ ധ്യാനം കൂടി ആരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ദമ്പതി ധ്യാനത്തിന് വളരെ കുറച്ച് ടോക്കുകളാണുള്ളത്. കോണ്ടന്റ് കൊടുക്കും, പക്ഷേ അതിനുശേഷം വർക്ക്ഷോപ്പുകളാണ്, തെറാപ്പികളാണ്. ഇതൊരു സ്പിരിച്വൽ വർക്ക്ഷോപ്സ് ആൻഡ് സ്പിരിച്വൽ തെറാപ്പീസ് ആണ്. ആരാധന പോലും അങ്ങനെ ഒരു മെത്തേഡാണ്, ഒരു സ്പെഷ്യൽ മെത്തേഡാണ്. ശരിക്കും ഞാൻ ഈ ദമ്പതികളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കംഫർട്ട് സോണൊന്നുമല്ല ദമ്പതി ധ്യാനം. കാരണം ഞാൻ അങ്ങനെ അത്ര മുതിർന്ന ഒരു അച്ഛനായിട്ട് എന്നെ കരുതുന്നില്ല. അല്ലതാനും ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും യൂത്തിന് ധ്യാനം എടുക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ അതൊക്കെ എൻ്റെ കംഫർട്ട് സോണാണ്. ദൈവം സഹായിച്ച് അത് വളരെ എളുപ്പത്തിൽ നടക്കാറുണ്ട്. കുറെ കൂടെ കുട്ടികളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ദമ്പതി ധ്യാനം ഞാൻ ചെയ്യാൻ കാര്യം, എൻ്റെ മെത്രാപ്പോലീത്ത, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് തറയിൽ പിതാവാണ് എന്നോട് ആവശ്യപ്പെട്ടത് ദമ്പതി ധ്യാനം തുടങ്ങണം. പിതാവ് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് അത് എന്നെക്കൊണ്ട് ഞാനത് ചെയ്യണോ, പറ്റുമോ എന്നൊക്കെയാണ്. പക്ഷെ പിതാവിൻ്റെ ആ ഒരു ശുശ്രൂഷ അധികാരം ഉപയോഗിച്ച് എന്നോട് പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അനുസരണത്താലെ ഞാൻ ചെയ്ത ശുശ്രൂഷയാണ് ദമ്പതി ധ്യാനം. അതുകൊണ്ട് തന്നെ അനുസരണത്തിൻ്റെ ഫലങ്ങളും നന്മയും ആ ശുശ്രൂഷയിൽ, ധ്യാനത്തിൽ എനിക്ക് ഏറെ കാണാൻ പറ്റാറുണ്ട്. എന്തൊരു റെക്കൺസിലിയേഷൻ നടക്കുന്നറിയാമോ, അനുരഞ്ജനം. വലിയ മുറിവുകളുള്ളവരൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ പിണക്കമുള്ളവരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവരവരെ കണ്ടെത്തുകയാണ്. നമ്മളറിയാത്ത അകലങ്ങൾ ഉണ്ടായിപ്പോയല്ലേ എന്നൊരു എളിമയോടെ കണ്ടെത്തുകയാണ്. ഒന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ എന്ന് പറയുന്ന ഒരു സ്യൂഡോ പ്രൈഡിൽ നിന്ന് മനുഷ്യർ താഴേക്ക് വരികയും എളിമപ്പെടുകയും റെക്കൺസീൽ ചെയ്യുക, അനുരഞ്ജനപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. മോതിരമിതിനാലെ സാറാറക്കായും റാഹേൽ എന്നിവരും ഭാര്യ പദമേറി. മോതിരമിതിനാലെ ആചാര്യന്മാരും മന്നവരഖിലരുമാ സ്ഥാനം കൈക്കൊണ്ടു. സാധാരണ എപ്പോഴും ധ്യാനങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ പോയിരുന്ന് സംസാരിക്കും. ഇവിടെ ശരിക്കും ആ തേർഡ് പേഴ്സൺ ഈശോ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. കാരണം അവിടെ തന്നെയായിരുന്നു. കാരണം അതിലും വലിയൊരു കൗൺസിലറോ ഒരു ജഡ്ജോ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതൊരാവശ്യമായിരുന്നു. യേശു ഞങ്ങളതിനു വേണ്ടി ഒരുക്കി കൊണ്ടുവന്നതാണ്. അധികം ബഹളങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട്, ആർഭാടങ്ങളില്ലാണ്ട് നല്ല ക്ലാസ്സുകളും നല്ലതുപോലെ പഠിക്കാനും പഠിപ്പിച്ചും തന്ന്. ആ കൂടി ഒരു വയസ്സായത് എൻ്റെ അപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉള്ളൂ. അവര് വരണ ഒരു മുഖമല്ല ഇപ്പൊ പൂവുള്ളത്. വരുമ്പോ കുറച്ച് അങ്ങോട്ട് കുറച്ചൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നതോടെ ഇപ്പൊ കാണുമ്പോൾ രണ്ടുപേരും മുഖത്തൊരു പുഞ്ചിരി കാണുന്നുണ്ട്. അത് ഞങ്ങളിൽ ഭയങ്കര ഒരു മാറ്റം വരുത്തുന്നു. ഈ ഒരു അനുഭവം ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ കൂടുതൽ
മാറ്റം വരാൻ പോകുന്നത്, ഞങ്ങളുടെ ലൈഫിലും ഞങ്ങളുടെ മക്കളിലൊക്കെ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് പ്രൊഫഷണൽസാണ്. അപ്പം ഞങ്ങളുടേതായ ഒരു സമയവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ദൈവത്തിന് മുമ്പിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക. അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റി, വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ കുർബാനയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അവസാന ദിവസം ഇവര് സ്നേഹിച്ചിട്ടും ആശ്ലേഷിച്ചിട്ടും തീരുന്നില്ല, ചുംബിച്ചിട്ടും മതിയാകുന്നില്ല. അത് ഞങ്ങൾ കാണുകയാണ്. ഏറ്റവും രസമുള്ള കാര്യം, ഞങ്ങൾ അറിഞ്ഞതനുസരിച്ച് കുറച്ച് പേരൊക്കെ ഇവിടുന്ന് നേരെ, ഏതായാലും ബായിയൊക്കെ എടുത്തല്ലേ വന്നേ, ഇവിടുന്ന് നേരെ വാഗമണ്ണൊക്കെ നേരെ ഒരു ദിവസം കൂടെ പോയി ട്രിപ്പ് പോയവരുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ഒരു ദമ്പതി ധ്യാനം കൂടിയിട്ട് എന്നാൽ പിന്നെ ഒരു ദിവസം കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ചിലരൊക്കെ പറഞ്ഞു, അച്ചോ ഈ ടൂറൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ ആയിപ്പോയി, അച്ചോ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ഇത് ഈശോയുടെ പ്രവർത്തനമാണ്. എൻ്റെ ടീം അംഗങ്ങൾ നന്നായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീം അംഗങ്ങളുടെ ഗ്രൂപ്പ്, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 15-16 കൊല്ലമാവും. ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു നല്ല മാരീഡ് ലൈഫാണെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ നല്ലൊരു മാരീഡ് ലൈഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ആ ഒരു അനുഭവം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ദൈവം ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ഒരു ദമ്പതി ധ്യാനത്തിന് പ്ലാൻ ചെയ്ത് ഒരുക്കിക്കൊണ്ടുവന്നതാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരു ഹോൾ റിട്രീറ്റ് തന്നെ അച്ഛൻ തന്നെ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കഷ്ടപ്പാടുള്ള ഒരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് ഭയങ്കര പുതിയ അനുഭവമായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ഓർത്തെങ്കിലും അച്ഛൻ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും വാല്യൂസും മനസ്സിലായത്. ഇവിടെ വന്നൊരു കപ്പിൾ റിട്രീറ്റ് കൂടിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോകുമായിരുന്നു. അതിന് വഴിയൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ട് വർഷമായി ഞങ്ങൾ ധ്യാനമൊക്കെ കൂടണമെന്ന് ആഗ്രഹിച്ച് നിന്നിരുന്നു. കുർബാനേൻ്റെ ക്ലാസ്, കൺഫെഷൻസ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ പിള്ളേരെ പ്രിപ്പയർ ചെയ്യേണ്ട ക്ലാസ് അപ്പോൾ വളരെ ഉപകാരമായിരുന്നു ആ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പോകണം. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ധ്യാനത്തിന് വരുന്നത്. ഇവിടുത്തെ ഒരു മെത്തേഡ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് അച്ഛൻ ധ്യാനം നടത്തുന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ കേട്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി ആ രീതിയിലുള്ള ഒരു മെത്തേഡൊന്നുമല്ല. കുർബാനേനെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുമ്പസാരത്തെ ഫോക്കസ് ചെയ്തിട്ട്, അപ്പം അങ്ങനെയുള്ള ആ ഒരു രീതിയും ഇതൊക്കെ വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ബിയോണ്ട് വേർഡ്സ് ആണ്. അത് വാക്കാൽ പറയാൻ തീരത്തില്ല. അത്ര ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ധ്യാനത്തിൻ്റെ ആ ഒരു രീതി തന്നെ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഇത്രയും ദിവസം പോയതറിഞ്ഞില്ല. അച്ഛൻ്റെ കൂടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഫേസ് ആയിരുന്നു. ഫസ്റ്റ് തിങ്, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. പിന്നെ രണ്ടാമത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനിയൊരു ഫാമിലി അങ്ങോട്ട് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും പിള്ളേരെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ആയി. ഡിഫറെൻ്റ് അപ്രോച്ച്. ഇത്രയും കൂടി എനിക്ക് സയൻറ്റിഫിക് പോലെ തോന്നി. എനിക്ക് റീസണിങ് ഭയങ്കര ഇഷ്ടമായി. ഐ വിൽ അപ്രീഷിയേറ്റ്. താങ്ക് യു. പ്രാർത്ഥന വഴിയായി വാഴ്ത്തുക മിശിഹായി. ത്രിത്വത്തിൻ വാഴ്വും വരമഴയും നിത്യം നിങ്ങളിൽ നിറയട്ടെ ഇപ്പോഴും എന്നേക്കും. ഈ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർക്കുക. ഞാൻ മുമ്പ് ജെറമ്യ ധ്യാനത്തിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ദമ്പതി ധ്യാനം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫീഡ് മൈ ഷീപ്പ് നമ്പറിൽ 9847984746 നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു വെക്കുകയും ഇൻട്രസ്റ്റ് അറിയിക്കുകയും ചെയ്യാം. നിങ്ങളുടെ കോൺടാക്റ്റ് ഞങ്ങൾ സേവ് ചെയ്യും, നിങ്ങളെ അറിയിക്കും. കാരണം നമുക്ക് ലിമിറ്റഡ് നമ്പറേ എടുക്കത്തുള്ളൂ ദമ്പതി ധ്യാനത്തിന്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ദമ്പതി ധ്യാനം അറേഞ്ച് ചെയ്ത് നൽകുന്നതുമായിരിക്കും. പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ ടീം അംഗങ്ങളെയും ഈ ശുശ്രൂഷ കേന്ദ്രത്തെയും ഒക്കെ ഓർക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കുർബാനയിൽ പങ്കെടുക്കുമെങ്കിലും കോൺസെൻട്രേഷനോടുകൂടി അർപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം വിശുദ്ധ കുർബാന എന്താണെന്നുള്ളത് നമുക്ക്
കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ജീസനച്ചനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. പക്ഷേ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ സൂപ്പറാണ്. നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിനൊക്കെ തന്നെ അച്ഛൻ ക്ലാസ്സുകളിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ റീസണിങ് വെച്ചിട്ട് ക്ലാസ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അച്ഛൻ്റെ ക്ലാസ്സിലെല്ലാം റീസണിങ്സ് ഉണ്ട്, കാരണങ്ങളുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനൊരു കാരണം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടും കാണാതെ പോണതും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ പോണതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. മൂന്നാമതൊരാളുടെ ഇടപെടലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതിനൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ധ്യാനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ച് പോയത് പോലുമല്ല. ഈ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ പേരും ഡീറ്റെയിൽസും നമ്മളിലേക്ക് എത്തിപ്പെട്ടതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പം അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റിയതിലും കുർബാനേനെ പറ്റിയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു അറിവ് കിട്ടിയതിലും അതുപോലെ ഒരു ധ്യാനം കൂടാൻ പറ്റിയതിലും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ധ്യാനം പെട്ടെന്ന് തീർന്നു പോയോ എന്ന് സംശയം തോന്നുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയണമെന്ന ആഗ്രഹം മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റിയാണ്. കുർബാനയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇത്രയും വർഷം കുർബാന കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി, അറിയില്ലായിരുന്നു. അതൊരു റിയലൈസേഷനായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് കുറേ ഡൗട്ടുകളായിരുന്നു, അതൊക്കെ കുറേ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു ആത്മാർത്ഥയോടെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ നടക്കും. എന്തായാലും ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളെല്ലാം ഇന്നലെ ഞങ്ങൾക്ക് അത് പറഞ്ഞു തീർക്കാൻ പറ്റി. ഇപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പോകാനായിട്ട് പറ്റിയതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നത് കുറച്ച് സമയം ഒന്നിച്ചിരിക്കാനും എന്താ പറയുക, ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇരിക്കാനും കുറച്ച് പ്രാർത്ഥിക്കാനും കുറച്ച് എന്തെങ്കിലും അറിവുകൾ നേടാനും പിന്നെ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ്. അതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്പിരിച്വൽ ഡിസിപ്ലിൻ വേണം എന്ന് മനസ്സിലായി. അതാണ് ഒരു ബോധ്യം. കുറച്ചധികം ബോധ്യങ്ങൾ കിട്ടി. അതിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ എന്ന് മനസ്സിലായി. ജീവിതത്തിൽ ദൈവമാകുന്ന മൂന്നാമത്തെ ആളില്ലാത്ത അവസ്ഥയിലൂടെ ഞങ്ങൾ ശരിക്കും കടന്നുപോയേ. ഒരു കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോരോ ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുമായിരുന്നു. സ്നേഹമൊക്കെ വളരെ കുറഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞ് ജസ്റ്റ് യൂട്യൂബിൽ റീൽസ് കണ്ട് അത് അന്വേഷിച്ചപ്പം ഇവിടെ ആ സ്ഥലം അന്വേഷിച്ച് സീറ്റ് കിട്ടി. ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടായേ. മക്കളുടെ വിവാഹം കഴിഞ്ഞ കാലം മുതൽ പറയുന്ന ഒരു ദമ്പധ്യാനം കൂടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ സാധിച്ചില്ല. ഇപ്പോഴാണ് എന്നെ അവസരം കിട്ടിയത്. എല്ലാവർക്കും നല്ല അനുഭവമാണെന്ന് പറഞ്ഞു. സന്തോഷം. നല്ലൊരു ധ്യാനമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. പിന്നെ ജിസൺ അച്ഛൻ എന്ന് പറയുന്നത് ഞാൻ സ്ഥിരം അച്ഛൻ്റെ റീൽസും ഫീഡ് മൈ ഷീപ്പും അതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇത് ചിട്ടപ്പെടുത്തിയേക്കുന്ന രീതിയാണെങ്കിലും നല്ല, നമുക്ക് ആർക്കും ഒരു മടുപ്പ് തോന്നുന്ന പോലെയല്ല, നല്ല ഭയങ്കര ഈസി ആയിരുന്നു. നമ്മുടെ കംഫർട്ടൊക്കെ നോക്കി ഒന്നിനും ഒരു ലിമിറ്റ്, എന്താ പറയുക, നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ചെയ്യുന്ന ഒരു പരിപാടിയിൽ എല്ലാവരും ഫ്രീ ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണേൽ ചെല്ലാം അച്ഛൻ്റെ അടുത്ത്. എന്നിട്ട് അച്ഛൻ അതിനുള്ള സമയം ഉണ്ടായിരുന്നു ഞങ്ങളെ കേൾക്കാൻ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യം അത് വലിയൊരു എന്നാ പറയുന്നത് ഇൻസൈറ്റ് ആയിരുന്നു. ഒരു ടേക്ക് അവേ ഫോർ ലൈഫായിരുന്നു. അതൊരു ഞങ്ങളെ ഭയങ്കര ടച്ച് ചെയ്ത ഒരു ഞങ്ങളുടെ മാരീഡ് ലൈഫിന് അത് ഒരുപാട് ഗുണം ചെയ്തു. അപ്പം ഞങ്ങളുടെ പിള്ളേരും ഇച്ചിരി കൂടി വലുതാകുമ്പം ഇവിടുത്തെ കിഡ്സിൻ്റെ ധ്യാനത്തിനൊക്കെ വിടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ബോണ്ടിങ് കൂട്ടാനായിട്ട് ഈ ധ്യാനത്തിന് പറ്റി. കുറേ കാര്യങ്ങൾ, അതായത് ലെറ്റർ എഴുതുന്നു, അല്ലെങ്കിൽ ആ ക്രൂശ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരുപാട് നല്ല മെമ്മറീസും ഒത്തിരി എക്സ്പീരിയൻസും ഒക്കെയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും അർത്ഥം പറഞ്ഞ് ഒരു കുർബാന കൂടാനായിട്ട് എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദി. നല്ല എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ധ്യാനം. നമ്മുടെ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ അറിയാൻ പറ്റിയ ഒരു അവസരം. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പാളിച്ചകൾ, അവർക്ക് മുറിവുണ്ടാക്കിയത്, അവരുടെ മുറിവ് അല്ല നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മുറിവുകളൊക്കെ പരസ്പരം പങ്കുവെക്കാനൊക്കെ ഉള്ളൊരവസരം, പരസ്പരം കൈയൊക്കെ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളേറ്റ് പറഞ്ഞ്, അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ യൂട്യൂബിൽ ഇതൊക്കെ കാണാറുണ്ടെങ്കിലും ഇവിടെ ഒന്ന് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ 3 ദിവസം നിന്ന് ഇങ്ങനത്തെ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. റിട്രീറ്റ് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫീലാണ് കിട്ടിയത്. ശരിക്കും പ്ലസ്ഡ് ആയിരുന്നു. നല്ലൊരു ഞങ്ങൾക്ക് കൂടുതൽ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. താങ്ക് യു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ധ്യാനം കൂടുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ജിസൺ പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒത്തിരി കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. ഒത്തിരി പുതിയ പുതിയ ബോധ്യങ്ങൾ ഒത്തിരി നമുക്ക് കിട്ടി. കാരണം ഈശോയായിട്ടുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കണം, ഈശോ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നൊക്കെയുള്ള ഒരു
ഒത്തിരി അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നല്ലൊരു അവബോധം നമുക്ക് കിട്ടി. പിന്നെ പറയാനായിട്ട് മടിച്ചിരുന്ന പല കാര്യങ്ങളും പരസ്പരം ഓപ്പണപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടി. ഈ കപ്പിൾ റിട്രീറ്റ് ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ അച്ഛൻ വഴി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനു മുന്നേ നമ്മൾ ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും ദമ്പതി ധ്യാനം ഫസ്റ്റ് ടൈമാണ് കൂടുന്നത്. അപ്പം വരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. വീട്ടിൽ നിന്ന് പോരാൻ നേരത്തെ എന്നോട് ചോദിച്ചു, ഇനിയിപ്പം എന്നെ കൊണ്ടുപോവോ, ഇതിപ്പോൾ ലാസ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മോളെ വിളിച്ചു പറഞ്ഞു, നാളെ മോള് ധ്യാനത്തിന് വരുന്നുണ്ട്. മോളെ വിളിച്ചു പറഞ്ഞു എന്താണേലും വന്ന് കൂടണം. അച്ഛൻ്റെ ഈ ഒരു ക്ലാസ്സും ഇതുമെല്ലാം നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ദമ്പതി ധ്യാനമായിരുന്നു ഇത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളും പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും ചെയ്തു. പിന്നെ നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഒട്ടും ബോറടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഒരു വളരെ പീസ്ഫുൾ ഒരു ജോയ് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ധ്യാനമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി